ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പുലർച്ചെ തന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് കരുനാഗപ്പള്ളി സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പം വിചാരിച്ചു തലശ്ശേരി വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ അവിടെ പോകുന്ന വേറെ റീസൺ കൂടെ ഉണ്ട്. ചേച്ചിയുടെ വീട് ഇരട്ടിയില്ല. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് എത്തി ടിക്കറ്റ് എടുത്ത് 145 രൂപയുമായി തലശ്ശേരിക്ക് പോകാൻ വേണ്ടി. ആക്ച്വലി ടിക്കറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ലോക്കലിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ട്രെയിനും വന്നു. ഞാൻ വിചാരിച്ചു ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് തിരക്ക് കാണുമായിരിക്കുന്നു, പക്ഷേ അത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു വിചാരിച്ച കൂട്ടൊന്നും. അങ്ങനെ കോച്ചിലോട്ടൊക്കെ കയറിയിരുന്നു. സീറ്റൊക്കെ കിട്ടി, വലിയ പ്രശ്നമൊന്നുമില്ലെന്ന്. എൻ്റെ ബാഗ് എൻ്റെ ഓപ്പോസിറ്റിലിരിക്കുന്നു. അങ്ങനെ 2 മണിക്കൂർ നല്ല ഉറക്ക ശേഷം കഴിഞ്ഞ് എന്നെ സൂര്യപ്രകാശം വിളിച്ചുണർത്തി ഈ നല്ലൊരു കാഴ്ച കാണാൻ വേണ്ടി. അങ്ങനെ ഫ്രണ്ട്സ് 7 മണിക്കൂർ യാത്ര ശേഷം തലശ്ശേരി ആവാറായി. കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ഫൈനലി 7 മണിക്കൂർ യാത്ര ശേഷം തലശ്ശേരി എത്തി. സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടന്നാൽ മതി, അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ്. നല്ല ചൂട്, എന്നാ ചൂടാണെന്നറിയോ, സഹിക്കാൻ പറ്റാത്ത ചൂട്. അങ്ങനെ ബസ്സും വന്നു. അങ്ങനെ ഫൈനലി ചേച്ചിയുടെ വീട്ടിലങ്ങനെ വന്നു എത്തി. അങ്ങനെ ഇത് കണ്ടു ഗൈസ്, ആരായി നമ്മുടെ ഇരുതേക്കൂട്ടൻ പൊന്നൂസ്. പൊന്നൂസ് സ്നേഹത്തോടെ വിളിക്കണ നന്ദുവേ എന്നാ. അങ്ങനെ ചേച്ചി ഞാൻ കുളിച്ച് ഫ്രഷൊക്കെ ആയി ചേച്ചി ഫുഡൊക്കെ എടുത്ത് വെച്ചു. ഞാൻ വിചാരിച്ചു വലിയ ബീഫോ ചിക്കനോ വല്ലതും ആയിരിക്കും. അങ്ങനെ വെണ്ടക്ക മെരുക്ക് കെട്ടി മുട്ട പൊരിച്ചതും മുളക് ചമ്മന്തിയൊക്കെ പുരട്ടി നൈസായിട്ട് കഴിച്ചു. പിന്നെ ബീഫ് വാങ്ങിച്ച് വെക്കാനാണ് പറഞ്ഞത്. പിന്നെ ചേച്ചി പണ്ടേ മടിച്ചാന്ന് എനിക്കറിയാം, പിന്നെ സിമ്പിൾ ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയും മോനും കൂടെ കൈയും പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പോകുന്നു. ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് കടയൊക്കെ അടവായിരുന്നു. പിന്നെ നോയമ്പും കൂടെ. ചേച്ചിക്ക് പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മുടെ ചേച്ചി കുറച്ച് പച്ചക്കറിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഷോപ്പിനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇതിലെ മോൻ ക്ഷീണം കൊണ്ട് ഉറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.